ഈ ഡാറ്റ ചോർച്ചയും കോടതിയിൽ സംഭവിച്ച കാര്യങ്ങളും എന്താണ് എന്നുകൂടി നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏകദേശം 77.42 ലക്ഷം പേരുടെ ഔദ്യോഗിക ഡാറ്റ അതാണ് ഈ സ്പാർക്കിലുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ 62 ലക്ഷം ക്ഷേമ പെൻഷൻകാരാണ്, 5.42 ലക്ഷം ജീവനക്കാരുണ്ട്, സർക്കാർ ജീവനക്കാരുമുണ്ട്, വിവിധ വകുപ്പുകളിലായി പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാരുമുണ്ട്. അത് ഏകദേശം 5.25 ലക്ഷത്തോളം വരും. ഇതിൽ 10 ലക്ഷത്തോളം സ്ത്രീ സുരക്ഷാ പെൻഷൻകാരുമുണ്ട്. ഇത്രയധികം ആളുകൾക്കാണ് ഈ മെസ്സേജ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ ഡാറ്റയൊക്കെ ചോർന്നു എന്ന് പറയുന്ന മെസ്സേജുകൾ വന്നിരിക്കുന്ന ഈ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നതൊക്കെ തന്നെയും. ഇനി ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തി വിവര സുരക്ഷാ നിയമം. ഇന്നിപ്പോൾ കോടതി ചോദിച്ചത് വ്യക്തി വിവര സുരക്ഷ അത് എത്രത്തോളം ഉണ്ട് എന്നൊരു ചോദ്യമാണ്. അതിൽ നമുക്കറിയാവുന്നതുപോലെ 2023 ഡിജിറ്റൽ വ്യക്തി വിവര സുരക്ഷാ നിയമപ്രകാരം ഡാറ്റ ഉപയോഗിക്കണമെങ്കിൽ, അതായത് ഒരാൾ കൈമാറിയ വിവരങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അനുമതി വേണമെന്നതാണ്. ആ അനുമതി എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കുകയും ചെയ്യാം. അതായത് ഞാൻ നൽകിയ ഡാറ്റ അത് മിസ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നതെന്ന് തോന്നിയാൽ എപ്പോൾ വേണമെങ്കിലും ഈ നിയമപ്രകാരം ഡാറ്റ പിൻവലിക്കാം. മാത്രമല്ല DND രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് സന്ദേശം അയക്കരുത് എന്നും കൃത്യമായി തന്നെ 2023 ഡിജിറ്റൽ വ്യക്തി വിവര സുരക്ഷാ നിയമത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ഇതിൽ നിർണായകമായിരുന്നു. ഈ വ്യക്തി വിവരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധാർ കാർഡിന്റെയൊക്കെ സമയത്ത് അതിന്റെയൊക്കെ സാധുതയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് നടന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കേസ്, ഏറെ ചർച്ച ചെയ്തൊരു കേസാണ് ജസ്റ്റിസ് KS പുട്ടസ്വാമി കേസ്. ആധാറിന്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി, അതിന്മേൽ 2017 ഓഗസ്റ്റ് 24 ഒരു വിധി വരികയാണ്. സ്വകാര്യത മൗലിക അവകാശമാണ് എന്ന് ഈ വിധി പ്രസ്താവത്തിൽ കൃത്യമായി തന്നെ പറയുന്നു. അതായത് ഒരാളുടെ വ്യക്തി വിവരങ്ങൾ, ആ സ്വകാര്യത എന്ന് പറയുന്നത് മൗലികമായ അവകാശമാണ്, ജീവിക്കാനുള്ള അവകാശത്തിന്റെ തന്നെ പരിധിയിൽ വരും എന്നതാണ് ഈ സ്വകാര്യത മൗലിക അവകാശമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. മാത്രമല്ല ഈ ആധാറിന്റെ നടപടിക്രമങ്ങളൊക്കെ അവകാശ ലംഘനമാണ് എന്നുകൂടി കേസിന്റെ വിധി പ്രസ്താവത്തിൽ പറയുകയുണ്ടായി. ഈ ആധാറിൽ നൽകുന്ന വിവരങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ സ്വകാര്യതയെ ബാധിക്കുമോ എന്ന തരത്തിലുള്ള ആശങ്കകളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഈ ഹർജി ഉണ്ടായത്. ഇന്നിപ്പോൾ കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രഥമ ദൃഷ്ട്യാ ഇത് സ്വകാര്യതാ ലംഘനമല്ലേ എന്നതാണ്. അതായത് സ്പാർക്കിൽ നൽകിയ വിവരങ്ങൾ ആ ഫോൺ നമ്പറൊക്കെ ഉപയോഗിച്ച് അതിലേക്ക് സന്ദേശങ്ങൾ അയക്കുമ്പോൾ ആ വിവരങ്ങൾ മറ്റൊരു ഏജൻസിക്ക് കൈമാറുമ്പോൾ അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ സ്വകാര്യതാ ലംഘനമല്ലേ എന്നതാണ് ചോദ്യമായി കോടതി ഉയർത്തിയത്. ഈ സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എങ്ങനെ കിട്ടി എന്നതാണ്. അതായത് ഓരോ ജീവനക്കാരനും നൽകിയ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എങ്ങനെ കിട്ടി എന്ന ചോദ്യം ഹൈക്കോടതി ഉയർത്തുന്നു. ഈ ഡാറ്റകൾ എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ടോ എന്നുള്ള നിർണായകമായ ഒരു ചോദ്യം. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭ്യമായെങ്കിൽ മറ്റു ഓഫീസുകൾക്ക്, മറ്റു വകുപ്പുകൾക്ക്, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഈ ഡാറ്റ ലഭ്യമാകുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ബിസിനസ് വാട്സപ്പ് വിവരങ്ങൾ വേണം എന്നുകൂടിയാണ് കോടതി നിരീക്ഷിച്ചത്. ഇനി സർക്കാരിന്റെ വാദങ്ങൾ നമുക്ക് നോക്കിയാൽ ഈ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം സ്പ്രിംഗ്ലറിന് സമാനമായ ഒരു ഡാറ്റ ചോർച്ചയുണ്ടായി എന്നതാണ്. അതിൽ സർക്കാരിന്റെ മറുപടി, സർക്കാർ ഇന്ന് കോടതിയിൽ ഉന്നയിച്ച വാദങ്ങളും ഇതാണ്. മെസ്സേജ് അയച്ചത് ഡാറ്റ പ്രിൻസിപ്പൽ വഴിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡാറ്റ ഉപയോഗിച്ചിട്ടില്ല എന്ന് കൃത്യമായി വിശദീകരിക്കുന്നു. മാത്രമല്ല ഗുണഭോക്താക്കൾക്ക് വിവരം അറിയിക്കൽ മാത്രമാണ് ചെയ്തത്, അതല്ലാതെ ഈ ഡാറ്റ മറ്റൊരു തരത്തിലും ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നതാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സമാനമായ സന്ദേശം അയക്കാറുണ്ട് എന്നുള്ള വാദം കൂടി ഉയർത്തുകയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഈ വാദഗതികൾക്ക് തന്നെയായിരിക്കും വിശദീകരണമായി കോടതിയിൽ നൽകുക എന്നുകൂടി മനസ്സിലാക്കുന്നു. ഏതായാലും വലിയ തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഉണ്ടായതെന്ന കാര്യത്തിൽ തർക്കമില്ല. കോടതിയുടെ നിരീക്ഷണങ്ങൾ അത് സുപ്രധാനവുമാണ്. ഈ PR വിവാദങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ ചർച്ചയാകുന്നതിനിടയിൽ കൂടിയാണ് ഈ DA സന്ദേശ വിവാദം കൂടി വരുന്നത്. ഇനിയിപ്പോൾ